everyone and welcome to yet another episode of Dazzler Turner Face of the Week. Today's Dazzler Turner Face of the Week is Anjali. Hi Anjali and welcome to Dazzler Turner Face of the Week. Thank you. So, നാടൊക്കെ എവിടെയാണ് Anjali? എൻ്റെ വീട് കാലിക്കറ്റാണ്. കാലിക്കറ്റ്. അവിടുന്നാണ് വരുന്നത്. Okay, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ചാനൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യാം. Okay, awesome. അപ്പോൾ മോഡലിനോട് താല്പര്യമൊക്കെ എങ്ങനെ വന്നു? മോഡലിംഗ് ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ മോഡലിംഗ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ മേക്ക് ഓവർ ഫസ്റ്റ് ടൈം ആണോ ചെയ്തിട്ടുണ്ട്? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. സോ പറയാം എങ്ങനെയാണ്. അറിയാം. എന്നാലും are you excited for today's episode? Yes. You are. Yes. Okay, then let's go on to the next segment. So Hassan ഇന്ന് അഞ്ജലിക്ക് എങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്? ഇന്നും അത് സെയിം ഒരു ബ്ലേസർ ടൈപ്പാണ്. അഞ്ജലി ഒരു മേക്ക് ഓവർ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ബ്ലേസർ എക്സ്ട്രീം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വരുന്ന ഒരു ഓപ്പൺ ടൈപ്പല്ല, നോർമലി ഒരു വരുന്ന ബ്ലേസർ അല്ല, ഒരു ഇൻ്റർനാഷണൽ വൈബാണ്. അതിൻ്റെ കളറിലായാലും പാൻസും സ്യൂട്ടിൻ്റെ ഇതിനും സെയിം കളറാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടൊരു വൈറ്റ് പോക്കറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയി. So Anjali, ready to change? Yes. Okay. So ടോണി ഇന്നൊരു ബ്ലേസർ പാൻസ് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ഒരു മേക്കപ്പ് ആയതെന്ന് ചെയ്യാം? നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന്, നമ്മൾ ഫീച്ചേഴ്സും ഡിസ്റ്റർബ് ചെയ്യാതെ ആ കോസ്റ്റ്യൂംസിൻ്റെ ആ ഒരു അറ്റൻഷൻ കളയാതെ ഉള്ളൊരു മേക്കപ്പ്, ന്യൂഡ് മേക്കപ്പ്, പിന്നെ നമുക്കൊരു മെർമെയ്ഡ് വേവി ഹെയർ. Okay. So sounds very nice, Anjali. I'll see you after your makeup hair is done. അഞ്ജലിയുടെ ഫേസ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ഡാസ്ലേഴ്സിൻ്റെ പെർഫെക്റ്റ് ഗ്ലോ പ്രൈമർ ഇട്ട് ഫേസ് നന്നായിട്ട് പ്രിപ്പ് ആൻഡ് പ്രൈം ചെയ്തു. അതിനുശേഷം ഡാസ്ലേഴ്സിൻ്റെ തന്നെ ഫൗണ്ടേഷൻ, മാർവലസ് ഫൗണ്ടേഷൻ, അത് അത്യാവശ്യം ഫുൾ കവറേജ് കിട്ടുന്നത് കൊണ്ട് തന്നെ, പിന്നെ അഞ്ജലിയുടെ ഫേസ് അത്യാവശ്യം ക്ലിയർ ഫേസ് ആണ്, അപ്പോൾ അതുകൊണ്ട് കൺസീൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്, മാർവലസ്. ബ്ലേസറായിരുന്നു കോസ്റ്റ്യൂം. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് ചെയ്തത് കുറച്ച് വെറൈറ്റി ആയിട്ടായിരുന്നു. അതായത് കോസ്റ്റ്യൂമിൻ്റെ സെയിം കളർ ഐലൈനറാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഐലൈനർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഡാസ്ലർ ടെർണറുടെ ഐ ഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് പിങ്ക് ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് വെച്ചിട്ട് ഒരു ഐലൈൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് തിക്കായിട്ട് മസ്കാര ഇടുമായിരുന്നു ചെയ്തത്. ഞാൻ യൂസ് ചെയ്ത മസ്കാര ഡാസ്ലർ ടെർണറുടെ വോളിയമൈസ് മസ്കാരയാണ്.
ലിപ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തത് ആ ബ്ലേസറിന് സെയിം കളറായിരുന്നു, ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു യൂസ് ചെയ്തത്. അത് മാറ്റ് ഫിനിഷ് ആയിരുന്നു കംപ്ലീറ്റ് മേക്കപ്പ്. കാരണം ഒരു ഫോർമൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മാറ്റ് ഫിനിഷാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മാറ്റ് ഫിനിഷ് മേക്കപ്പാണ് ഇന്ന് കൂടുതൽ ഞാൻ ചെയ്തത്. ഹെയർ ആക്ച്വലി ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിൽ പറഞ്ഞത് ഒരു വേവി ഹെയർ ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ആ ഒരു മേക്കപ്പ് ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മാറ്റണം തോന്നി. ഞാൻ എന്നിട്ടൊരു ടോപ്പ് നോട്ട് ബണ്ണാണ് ചെയ്തത്. അത് കുറച്ച് മെസ്സി ആയിട്ടൊരു ടോപ്പ് നോട്ട് ബൺ ചെയ്തു. അപ്പോൾ അത് പുള്ളിക്കാർക്ക് നല്ലപോലെ സൂട്ട് ചെയ്യണ്ടായിരുന്നു. എനിക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു അത് ലുക്ക് സൂട്ടാവും എന്നുള്ളത്. പിന്നെ ആ കുട്ടിയുടെ ഹെയർ നല്ല വോളിയുള്ള ഹെയർ ആയതുകൊണ്ടിട്ട് ഹൈപ്പോൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ടോപ്പ് നോട്ട് ഹെയർ ചെയ്തു. എന്തായാലും വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. The foundation used today is the Dazzler Eterna Marvelous Foundation, which is a light-weighted foundation and also has buildable coverage. The mascara used today is the Dazzler Eterna Mascara, which is a volumizing, long-lasting and waterproof mascara. The lipstick used today is again the Dazzler Eterna lipstick, which gives a very satin finish to the lips and also helps in keeping the lips very moist. So Hassan, Anjali look complete ചെയ്യാൻ എങ്ങനത്തെ ഒരു ആക്സസറീസ് കൊടുക്കുന്നത്? ആക്സറീസ് ഒന്നും ഇല്ല, അവിടെ കൊണ്ടുവന്നിട്ടുള്ള വേറെ ഇതിലുള്ള ആക്സറീസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്ലാൻ. സോ അഞ്ജലി മേക്കപ്പും ഹെയറും ഔട്ട്ഫിറ്റ് എല്ലാം കഴിഞ്ഞു. സോ എന്ത് തോന്നുന്നു എല്ലാം കഴിഞ്ഞിട്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു ലുക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ മേക്കപ്പ് ടോണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഫോട്ടോഷൂട്ട് കൂടെ കഴിഞ്ഞാൽ മതി അല്ലേ? സോ റെഡി അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ കളർ എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഒരു കളർ ആ കുട്ടി അത് ഇതുപോലെ ബ്ലേസേഴ്സ് വേറെ ചെയ്തിട്ടില്ല. അത് നോർമൽ ഓപ്പൺ ബ്ലേസർ അല്ലാതെ ക്ലോസ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പോക്കറ്റിൻ്റെ ആ ഒരു വൺ സൈഡ് മാത്രം നമ്മളൊരു വൈറ്റ് കളർ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഫീൽ ആവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് നല്ല എക്സ്ട്രീം ഡിഫറെൻറ്റ്. മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയൽ ആയ കാരണം അറ്റ്മോസ്ഫിയറിലെല്ലാം ഓക്കെയാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ നോർമൽ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്നാലും ഒരു ഇൻ്റർനാഷണൽ വൈബ് തന്നെയാണ് ആ കോസ്റ്റ്യൂം. റാമ്പ് എല്ലാം ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം ആ ഒരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ കൊണ്ടുവന്ന ആക്സസറീസ് തന്നെ ബെറ്റർ ആയിരുന്നു. നമ്മൾ ആക്സസറീസ് ഇല്ലാതെ ചെയ്യാനായിരുന്നു, കാരണം മോഡലിനുള്ള ഇമ്പോർട്ടൻസ് ചെയ്യാനായിരുന്നു നമ്മൾ നോക്കിയത്. സോ മോദിന് ഇന്ന് എങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്നൊരു ഔട്ട്ഡോർ ഷൂട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടുകൾ പ്ലാൻ അങ്ങനെയാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അഞ്ജലി ഓൾ ദി ബെസ്റ്റ്.
അഞ്ജലിയുടെ ഐയൊക്കെ നല്ല രസമുള്ള ഐയാണ്. ക്ലോസ് അപ്പ് ഷൂട്ടുകളാണ് ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോറിൽ 3/4 ടൈപ്പിലുള്ള ഷൂട്ടുകളാണ് ചെയ്തേക്കുന്നത്. ഷൂട്ട് മെയിനായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് സ്ട്രീറ്റിലാണ് ആദ്യത്തെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ സ്ട്രീറ്റിൽ വാളിലും പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വാള്, ഒരു പെയിൻറ്റിങ് വാള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഡോറിൽ ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 1 ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടാണ് ചെയ്തേക്കുന്നത്. കപ്പ ടി വി ഫേസ് ഓഫ് ദ വീക്കിൽ എനിക്ക് പാട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഔട്ട്ഫിറ്റാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്. നോർമലി ഞാൻ ചെയ്യാറ് കൂടുതൽ ട്രഡീഷണലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് തന്ന ഹസന് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തത് ടോണിയാണ്. ടോണി വണ്ടർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ ന്യൂഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇരുന്നാലും എൻ്റെ മീൻസ് കണ്ണായാലും ലിപ്സായാലും ഒക്കെ എൻഹാൻസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അപ്പോൾ മൊജിനാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. കാരണം ഒരു വലിയൊരു മേക്ക് ഓവറാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. So if you want to be the next person to get this makeover, then send in your pictures to kappatvfaceoftheweek@gmail.com. And while sending in your pictures, please don't forget to add in your contact details as well, because who knows, you might just be the next person who gets selected to model for Dazzler Eterna products. So until next time, this is me, Nikita Thomas, saying bye to all of you.